വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അടുത്തതായിട്ട് നമുക്കൊരു സ്കിറ്റ് കണ്ടാലോ? ആലോചിക്കാൻ കാണണോ വേണ്ടയോന്ന് രസമുണ്ട് കാണാൻ, ശല്യപ്പെടുത്തല്ലേ. കുറച്ചൊരു പവറി പറയണം. അല്ല കറക്റ്റാ. ഞങ്ങളൊന്ന് ആഘോഷിച്ചോട്ടെ, ഞങ്ങളൊരു ആങ്കറിനെ ഒന്ന് കണ്ടോട്ടെ. അതെ അതെ. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കൂട്ടുന്നതിനായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ബാലാമണി, തീർത്ഥ ആൻഡ് ആര്യദത്തൻ. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രേക്ഷകരിൽ നിന്നും 2 പേര് ഇവിടെ വന്ന് ആങ്കർ ചെയ്യുന്നത്. അത് എല്ലാ എപ്പിസോഡിലും നല്ലതാണ്. അതുമല്ല, ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ആങ്കറിനെക്കാളും നന്നായിട്ട് ആങ്കറിങ് ചെയ്യുന്നത്. ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വള പോലെ പറയില്ലേ, ആടെ ചീഞ്ഞിരിക്കുന്നു. മുളച്ച് ഇത് ഇനിയും ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളെ പോലത്തെ ആൾക്കാർ എന്താ ഉള്ളിൽ കരയുന്നുണ്ട്. ഞാൻ നിങ്ങളെ പോലത്തെ ആൾക്കാർ മുന്നോട്ട് വന്നത് കിടിലമാക്കണം. അവരെ മുന്നോട്ട് ഒരു സമയത്ത് എലീനയും ഒരു സാധാരണ പ്രേക്ഷകരായിരുന്നു. ഇന്ന് സെലിബ്രിറ്റി, അവര് നാളെ സെലിബ്രിറ്റി. ആരാടെ കണ്ണും കാണുന്നില്ല. അവര് നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. എടി, നിന്റെ സെന്റ് ഓഫ് ആന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാറ്ററി എവിടെ? എന്റെ ബാറ്ററി ഓൺ ആക്കിക്കേ. ചാർജ് ആവുന്നില്ല. അതുപോലും എനിക്ക് എന്റെ ബാറ്ററി ഉണ്ട്. ഈ സ്കിറ്റൊക്കെ കണ്ടിട്ട് ഞാൻ ആലോചിക്കും ഇന്ന് എന്റെ വൈൻഡപ്പ് ആണോ അല്ലയോ എന്നുള്ളത്. ബാറ്ററി എന്തായാലും ഓൺ ആയിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ റെഡിയാണോ? അപ്പൊ ഞങ്ങൾ ചിരിപ്പിക്കാൻ എന്തായാലും റെഡിയാണ്. അപ്പൊ നിങ്ങൾ ചിരിക്കാനും റെഡിയല്ലേ? നിങ്ങൾ റെഡി ആയിക്കോ. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവം. എന്താ മനുഷ്യ രാവിലെ തന്നെ ഇവിടെ കിടന്ന് വളം വെക്കുന്നേ? എടി ശാന്തേ, എന്താ ലോജിക്കില്ലാത്തൊരു പേര്? എടി, ഈ ലോകത്തറിയപ്പെടുന്ന ഒരു ശില്പിയാണ് ഈ വീരൻ ശില്പി. എന്റെ വീരൻ ചേട്ടാ, ലോജിക്കില്ലാത്തൊരു പേര്. ഈ അറിവും കഴിവുമുള്ള എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ വെറും വയറ്റിലിരുന്ന് സ്വയം പുകഴ്ത്താതെ കാര്യം എന്താന്ന് തെളിച്ച് പറ. നിനക്ക് വന്നു ഇപ്പൊ എന്നെ ഒരു വിലയും ഇല്ല. മനുഷ്യ, എനിക്ക് നിങ്ങളൊരു വിലയില്ലാതെ മാത്രം നിങ്ങൾ പറയരുത്. പണ്ട് ഒരു വെള്ളക്കടലാസില് നിങ്ങൾ എന്റെ അച്ഛന്റെ പടം വരച്ചില്ലേ? അത് കണ്ടിട്ടാ എനിക്ക് നിങ്ങളെ ഇഷ്ടായി. അയ്യോ, നിന്റെ അച്ഛന്റെ പടം വരച്ചൊന്നുമല്ല. പിന്നെ എടി, ആര് പേനയും പേപ്പറും എടുത്ത് കാക്കറ ഊക്കറ് വരച്ചാലും നിന്റെ അച്ഛന്റെ മുഖമായി മാറും. അഭിമാനിക്കുവല്ല ശാന്ത, വിളിച്ച് പറയണേ. സോറി. അത് മാത്രല്ല ഏട്ടാ, നിങ്ങളെ പണ്ട് നമ്മുടെ കല്യാണത്തിനിട്ട ഒരു വെള്ള ഷർട്ട് ഇല്ലേ, അതിന്റെ വലത്തെ സൈഡിലുണ്ടായിരുന്ന ഒരു എണ്ണ ചിത്രം. ഞാൻ ഇപ്പോഴും അതിന്റെ ഫാനാ. അയ്യോ, അത് എണ്ണ ചിത്രമൊന്നും അല്ല. പിന്നെ എന്താ? അത് കൊപ്പുറം അങ്ങോട്ട് ഒരു കാക്ക തൂറി പിന്നെ തുടച്ചതാ. പക്ഷേ ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അർത്ഥം മറ്റു തൂർന്ന കാക്ക. അതൊക്കെ വിട്. പിന്നെ അപ്പുറത്ത് പിന്നെ ബാബുല്ലേ, പുള്ളിക്ക് ആ മൂക്കി കയറ്റിരിക്കുന്ന രാക്ഷസന്റെ ശില്പം വേണമെന്ന് പറഞ്ഞു. എന്താ? അത് മൂക്കി കയറ്റിരിക്കുന്ന രാക്ഷസന്റെ ശില്പം അല്ല, പിന്നെന്താ? അത് നാണം കുടുങ്ങിക്കുന്ന മണവാട്ടി. ഞാൻ പ്ലംബറിനെ വിളിച്ച് ഒരാഴ്ചയെ ശരിയാക്കാൻ നടക്കുന്ന ബാത്റൂമിലെ പൈപ്പ് ഒന്ന് ശരിയാക്കാൻ പറഞ്ഞു. അതിന് ഇന്ന് ശരിയാക്കണേ? കുറെ നാൾക്ക് ശേഷം ഇന്ന് ആഹാരം കഴിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഇൻപുട്ട് മാത്രം മതി, ഔട്ട്പുട്ടും കൂടെ അങ്ങനെ വർക്കത്തുണ്ട്. ചേട്ടാ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആ തെക്കേലില്ലാത്ത എന്നോണ്ട് കുഴിയുള്ള തമ്പുരാട്ടിയുടെ ശില്പം കൊത്താൻ പോയില്ലേ? എന്തായി? കൊത്തിയോ? എന്നിട്ട് അതാണ് ആ വീട്ടിൽ ഇപ്പോഴത്തെ ഉരൾ. പിന്നെ മേമനില്ലാത്ത രാമകൃഷ്ണ നമ്പൂതിരി ഇല്ലേ, പുള്ളിക്ക് ഇവിടുന്ന് ഒരു ശില്പം വേണം പറഞ്ഞിരുന്നു. വീരൻ ശില്പിയുടെ വീടല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? വേറെ വന്നോളൂ എന്ന് പറഞ്ഞോട്ടെ. നമസ്കാരം. അച്ഛന് വയ്യ, സുഖമില്ലാതെ കിടക്കുകയാണേ. അതിരുത് ആശുപത്രി അല്ല, ടെലസ്കോപ്പും അല്ല. അയ്യോ, ഞാൻ മോളാ. സൂപ്പർ. നിങ്ങൾക്ക് ഇതുപോലൊരു മക്കളുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ദുഷ്ട, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല?
ഷാർജ ഷേക്കിന്റെ തുടർന്ന് അണ്ടിപ്പരിപ്പില്ല. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളെ ഇവിടെ വന്ന് ഇങ്ങനെ കാണണമെന്ന്. ഇങ്ങനെയോ? സോറി, അതെന്റെ അല്ല. അച്ഛൻ എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? അച്ഛന് വയ്യ, തീരെ വയ്യേ. എന്ത് പറ്റി? രേഷ്മ വന്നാ. അയ്യോ അല്ല, അച്ഛന്റെ കൂട്ടുകാർ രേഷ്മ വീട്ടിലോട്ട് വന്നാ. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ചുറ്റിയെടുത്ത് ഒറ്റ അടി. അതിനൊക്കെ എന്റെ ഭാര്യ. അവളില്ലാത്തപ്പോ എന്റെ എത്രയോ കൂട്ടുകാരുകൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്രശ്നമേ അല്ല. അല്ലേ ശാന്തി? കളിക്കല്ലേ ശാന്തനി, കളിക്കല്ലേ. ആ അല്ല പിന്നെ കളിക്കല്ലേ ശാന്ത. പ്രശ്നം കഴിഞ്ഞു. വിട്ട് ശാന്തേ, അത് വിട്ട് കള്ള, അത് വിട്ട്, അത് വിട്ട്, ആ പ്രശ്നം വിട്ട് ശാന്ത, അത് വിട്ട് കള്ള. കുട്ടി പറയൂ. അച്ഛനൊരാഗ്രഹം, ഞാൻ നൃത്തം ചെയ്യുന്ന ശില്പം ഞങ്ങളുടെ ഇല്ലത്തിന് മുറ്റത്ത് വേണമെന്ന്. അതുപോലെ ഞാൻ നൃത്തം ചെയ്തൊരു ശില്പം ഞങ്ങളുടെ ഇല്ലത്തിന്റെ മുറ്റത്തുണ്ട്. അതും ഇങ്ങേര് പണി ഏൽപ്പിച്ചത്. ആണോ? ഏട്ടൻ നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹ? അയ്യോ, സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ ശില്പാകുമ്പോ ഒരു മുദ്രയിലങ്ങ് തീരും. എവിടെ ഡാൻസ് മൊത്തം കാണണ്ടോ? അല്ല, ഇപ്പോലെ പൈസയുടെ ആവശ്യമുണ്ടോ? പൈസയുടെ ആവശ്യം ഉണ്ടാന്നാ? ഒരു 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞ അലിൻ ജോസ് പെരേര ഒരു അച്ഛാന്ന് കയറി വിളിക്കേണ്ട ഗതിയിലായി. ഇതെന്താ? അല്ല, ഈ മോഡലില് ശില്പം അതെ, ഞാൻ വെച്ച വട്ടം. അതെ. അപ്പൊ ചേട്ടാ, പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ വേണം ഏട്ടൻ ശില്പം പണിയാൻ. അല്ല ചേട്ടൻ അങ്ങനെ പണിത് വരുമ്പോ ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പണിതാലോ പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കണ്ണിന്റെ സൗന്ദര്യവും മൂക്കിന്റെ ഭംഗിയെല്ലാം അതുപോലെ തന്നെ വേണം. അതുപോലെ തന്നെ വേണോ? ആ വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു കൊച്ചെ, ഇങ്ങനെ കൊണ്ട് ശില്പം പണിപ്പിക്കുന്നേക്കാൾ നല്ലൊരു ഫ്ലെക്സ് അടിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഈ പോസ് പാടാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുന്തലതയായി. അല്ല, ആരാ അവിടെ പാറയെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്ന? അയ്യോ, അത് പാറ കൂട്ടിയിട്ടിരിക്കുന്നല്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങേര് പണിത എന്റെ നൃത്തം ചെയ്യുന്ന ശില്പം. പക്ഷേ എന്റെ ശില്പം മനോഹരായിരിക്കണം. അല്ല, അഡ്വാൻസ് വല്ലതും വേണോ? അഡ്വാൻസ് വേണോന്നോ? ഞാൻ എന്ത് പണി ചെയ്താലും അഡ്വാൻസ് വന്നിട്ടേ ചെയ്യാറുള്ളൂ. ആണോ? അന്ന് ഒരു മിനിറ്റ്. അല്ല, എത്രയാ വേണ്ടേ? 500ന്റെ 1/2 കിലോ കട്ടെടുത്തു. 1/2 കിലോയോ? എനിക്ക് എണ്ണാൻ അറിയില്ല, ഞാൻ തൂക്കിയാണ് എടുക്കുക. അതെ, ഇതങ്ങോട്ട് പിടിക്ക്. 1/2 കിലോ ഉണ്ട്. ആ ഉണ്ട്, എനിക്കറിയാം. എടുത്തേക്കാ. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ കുട്ടീനെ വീട്ടിൽ ഞാൻ ശില്പം പണിയാൻ വരും. അയ്യോ, എന്റെ വീട്ടിലോട്ടല്ല വരണ്ടേ, പിന്നെ എന്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാ വരണ്ടേ. ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും കുറച്ച് കളി പോകണം. അയ്യോ, ഗിഫ്റ്റ് കൊടുക്കാനല്ല, പണി കൊടുക്കാനാ. പണിയോ? ആ, അവൾ എന്നെക്കാട്ടിലും നല്ലൊരു വീട് വെച്ചു. എനിക്കത് എങ്ങനെങ്കിലും ഒന്ന് കൊളവാക്കണം. നിങ്ങളുടെ ശില്പം അവിടെ കൊണ്ടുവന്ന് വെച്ചാലേ അത് കൊളവാകത്തുള്ളൂ. വഴിയില്ല, അതുകൊണ്ടാ. ചേട്ടാ, ബാലമണി, തീർത്ഥ ആൻഡ് ആര്യദത്തൻ, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? എനിക്ക് ആര്യദത്തനും തീർത്ഥാന്റെയും ആ ഒരു ഇക്വേഷൻ സൂപ്പർ, ഭയങ്കര എനർജി ആയിരുന്നു. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ ഓരോരോ ടൈമിംഗ് ആണെങ്കിലും ഏത് രീതിയിലും ബോഡി ഫുൾ ഹെഡ് ടു ടോ ഭയങ്കര സൂപ്പർ, നല്ല എനർജി ആയിരുന്നു. ഈ വെക്കേഷൻ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എത്ര പേര് അമ്മമാരുണ്ട്? എല്ലാവരും അമ്മമാരാണോ? വെക്കേഷൻ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ എൻഗേജ് ചെയ്ത് നിർത്തുന്നേ? എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരാള് 10th-ലായി, നെക്സ്റ്റ് അടുത്ത ആള് 6th-ലായിട്ടുള്ളൂ. അപ്പൊ ഇളയ ആൾക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലെ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ബാഡ്മിന്റൺ കളിക്കുക. പിന്നെ നമ്മുടെ വീടിന്റെ അവിടെ അമ്പലത്തിൽ ആലില് ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്നെ വിളിച്ചിട്ട് പോയി അവിടെ ഇരുന്ന് ഊഞ്ഞാലാടും. അല്ല, ആക്ച്വലി ഈ വർഷമാണ് പഴയ രീതിയിലുള്ള ഒരു വെക്കേഷൻ എന്നെനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് എന്റെ ചെറുപ്പകാലമൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ക്രിക്കറ്റ് വരെ കളിക്കുമായിരുന്നു. അതാ ചെറുപ്പകാല ഓർമ്മയെന്ന് പറഞ്ഞപ്പോഴാണ് നോബിച്ചേട്ട പഴയ കാലത്തെ ആ കുട്ടിക്കാലം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയൂ നോബിച്ച. ഓഫ് കോഴ്സ്. 5 തെങ്ങ് കോട്ട ഞാൻ ഉണ്ടാക്കിയാണെന്ന്. അല്ല, നോബിച്ചേട്ടന്റെ വെക്കേഷൻ ഞങ്ങളല്ല ക്രിക്കറ്റ് കളി പോകണം വയലില്. ആ വയലിലാണ് ഇന്ന് ബൈപ്പാസ് പോണത്. ശരിയാ, വയലില് കളിക്കുക, വയലില് ക്രിക്കറ്റ് കളിക്കുക. വയലിന്റെ സൈഡില് ഷാപ്പുണ്ട്, കൊച്ചിലാണേ, കുട്ടിക്കാലത്താണ്. ആ ഷാപ്പില് ഞങ്ങള് രാവിലെയാണ് കളിക്കുന്ന. രാവിലെ 9 മണിക്ക് എല്ലാവരും കൂടെ കളി ഷെയർ ഇടും ഇതിനകത്ത്. എന്തിന് പറഞ്ഞുതരാം. മരിച്ചീനി മേടിക്കാം, മരിച്ചീനി ബീഫ് മേടിക്കും ആ ഷാപ്പിൽ നിന്ന്. എത്ര പേരാണെന്നറിയാമോ?
ഞങ്ങളൊരു 16-17 പേര് കാണും. അത്രയും പേരാണ് ഒരു ബീഫ് ഒരു അത് ചൂടത്തിരുന്നിട്ട് പിന്നെ തോട്ടി പോയി വായും കഴുകിയിട്ട് രസം. സത്യം സത്യം. ആ. പിന്നെ അത് കഴിയുമ്പം ഒരു 1:30-2 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് വിളി വരും. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. സത്യം. ഇതുപോലെ എല്ലാരും വീട്ടിൽ നിന്ന് വിളി വരും. പിള്ളേരുടെ അടുത്ത് നോക്കട്ടെ, ഇപ്പോഴത്തെ ജനറേഷനിലേക്ക്, അത് നമ്മുടെ കാലഘട്ടത്തിലെ വെക്കേഷൻ എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു? നമ്മുടെ അല്ല അവരുടെ. ഫുള്ള് പൊലിവ്. പൊലിവോ? പൊലിവെന്ന് വെച്ചാ ഫുള്ള് വൈബ്. ഫുള്ള് പൊളി. അത് പുതിയ വാക്ക് പഠിക്കട്ടെ. എന്താണ് പൊലിവ്? പൊലിവ്. പൊളി എന്നുള്ളത് പോയി, ഇപ്പൊ ഒരു വി ചേർന്നു, പൊലിവ്. ശരി. എന്തൊക്കെ ചെയ്യും? ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഇപ്പൊ ഇല്ല. ഫോണ് കളിക്കുക, കടന്നുറങ്ങുക, കഴിക്കുക, ഫോണ് കളിക്കുക, കടന്നുറങ്ങുക, കഴിക്കുക. അത് തന്നെയാണ് റൊട്ടീൻ. നീ നാട്ടിലും അങ്ങനെ തന്നെയാണോ? ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. അവൻ കളിക്കാരൻ, കളിവീര്. ആക്ച്വലി നമ്മളെല്ലാരും വളർന്ന ഒരു സാഹചര്യത്തില് കസിൻസ് എല്ലാം 1-2 വയസ്സുള്ള ഒരു ഡിഫറൻസിലാണ് ഈ എന്താ പറയാ ഹോളിഡേയ്സ് ആവുമ്പോ എല്ലാരും ഒരുമിച്ച് വരും. തറവാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും. ഇപ്പൊ ആണെങ്കിൽ ചില കസിൻസ് വേഗം കല്യാണം കഴിക്കും, ചില ലേറ്റ് ആയി കല്യാണം കഴിക്കും. അപ്പൊ കുട്ടികളുടെ ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മളുടെ പോലെ ആ ഒരു എന്താ പറയുക റിലേഷൻ ഇല്ല ഇപ്പോഴത്തെ കസിൻസിന്റെ ഇടയിൽ. ഏറ്റവും സങ്കടം തോന്നുന്നത് ഇപ്പോഴത്തെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുമിച്ച് വരുന്നില്ല. അതാണ്. എന്റെ വീട്ടിൽ വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവർക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസ വേണ്ട മോനെ. ഇവിടുന്ന് സ്കിറ്റ് ഉണ്ടാക്കി എടുത്ത പൈസ കൊണ്ട് നീ അടിച്ച് പൊളിച്ചോ അവിടെ കസിൻസുമായിട്ട്. ഇവർക്കും കൂടെ കൊടുത്തേക്കണേ. എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണ്ടേ? എങ്കിൽ നമുക്ക് തിരിഞ്ഞ് ബാറ്ററിയിലേക്ക് നോക്കാം. ഓൾ റൈറ്റ്. 50,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മോർ ദാൻ ഇനഫ് അല്ലേ? അപ്പൊ ഇനി പൈസ വരട്ടെ. ആൻഡ് ഇത് അയക്കുന്നു. അപ്പൊ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി അടിച്ചു പൊളിക്കാം. അപ്പൊ എന്തായാലും ഹാപ്പി ഹോളിഡേസ്. ഹാപ്പി ഹോളിഡേസ്. ഹാപ്പി ഹോളിഡേസ്. താങ്ക് യു.